ഹായ് കൂട്ടുകാരെ, എല്ലാവരും കഥ കേൾക്കാൻ തയ്യാറായോ? എങ്കിൽ നമുക്ക് വേഗം കഥയിലോട്ട് പോകാം. ഇന്നത്തെ നമ്മുടെ കഥയുടെ പേരാണ് നഷ്ടപ്പെട്ട സ്വർഗം തേടി വീണ്ടും. എങ്കിൽ നമുക്ക് വേഗം കഥയിലോട്ട് പോകാം. സ്നേഹവും പ്രാർത്ഥനയും നിറഞ്ഞ ആ കൊച്ചു വീട്ടിൽ സന്തോഷത്തിന് ഒരു കുറവുമുണ്ടായിരുന്നില്ല. സ്നേഹനിധിയായ ഭർത്താവും പൂമ്പാറ്റകളെപ്പോലെ പാറി നടക്കുന്ന 2 കുഞ്ഞുമക്കളും. എന്നാൽ എവിടെയോ വെച്ച് ആ വീട്ടിലെ സന്തോഷത്തിന്റെ താളം തെറ്റി. സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട ഒരാളുടെ ചടുലമായ വാക്കുകളിലും മിന്നുന്ന വാഗ്ദാനങ്ങളിലും ഭാര്യ വീണുപോയി. സ്വന്തം മക്കളുടെ നിഷ്കളങ്കമായ മുഖമോ വർഷങ്ങളായി തണലായി നിന്ന ഭർത്താവിന്റെ സ്നേഹമോ അവളെ തടയാൻ കഴിഞ്ഞില്ല. ഒരു നാൾ ആരെയും അറിയിക്കാതെ അവൾ ആ വീടിന്റെ പടിയിറങ്ങിപ്പോയി. പിന്നീട് ആ വീട്ടിൽ നിശബ്ദത മാത്രമായി. മക്കളുടെ കരച്ചിലും നാട്ടുകാരുടെ കുറ്റപ്പെടുത്തലുകളും ആ ഭർത്താവിനെ വല്ലാതെ തളർത്തി. പക്ഷേ അയാൾ ആരെയും ശപിച്ചില്ല. പകരം സന്ധ്യാസമയങ്ങളിൽ മക്കളെ ചേർത്ത് പിടിച്ച് ഈശോയുടെ രൂപത്തിനു മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അവൾക്ക് വഴിതെറ്റിയതാണ് നാഥ, സത്യം മനസ്സിലാക്കി തിരികെ വരാൻ അവൾക്ക് തോന്നണമേ എന്നതായിരുന്നു അയാളുടെ ഏക അപേക്ഷ. മറുഭാഗത്ത് പുതിയ ജീവിതം അവൾ വിചാരിച്ചതുപോലെ ആയിരുന്നുമില്ല. വാഗ്ദാനങ്ങൾ നൽകിയവൻ പതിയെ തന്റെ യഥാർത്ഥ സ്വരൂപം പുറത്തെടുത്തു. സ്നേഹത്തിന് പകരം അവഗണനയും പീഡനവുമായിരുന്നു അവൾക്കവിടെ ലഭിച്ചത്. ആഡംബരങ്ങളുടെ മോഹവലയം അഴിഞ്ഞു വീണപ്പോൾ താൻ ഉപേക്ഷിച്ചു പോന്ന സ്വർഗത്തെക്കുറിച്ച് അവൾ ഒരു നിമിഷം ഓർത്തുപോയി. ഒടുവിൽ ഒരു ഭാരമായി കണ്ട അയാളും അവളെ പാതിവഴിയിൽ ഉപേക്ഷിച്ചു പോയി. ആരുമില്ലാത്തവളായി തെരുവിലലഞ്ഞ അവൾ ഒടുവിൽ തന്റെ പഴയ വീടിന്റെ പടിക്കൽ തിരിച്ചെത്തി. അകത്ത് പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കാം. ഉള്ളിലേക്ക് കയറാൻ മടിച്ച് കുറ്റബോധത്താൽ നീറി അവൾ ആ ഉമ്മറത്ത് തളർന്നിരുന്നു. വാതിൽ തുറന്ന ഭർത്താവ് കണ്ടത് മുഷിഞ്ഞ വസ്ത്രങ്ങളുമായി കരയുന്ന തന്റെ ഭാര്യയെയാണ്. അവൾ അയാളുടെ പാദങ്ങൾ വീണ് പൊട്ടിക്കരഞ്ഞു. എനിക്ക് മാപ്പില്ല, പക്ഷേ എന്റെ മക്കളെ ഒന്ന് കാണണമെന്ന് അവൾ തേങ്ങി. അയാൾ അവളെ എഴുന്നേൽപ്പിച്ചു. മക്കൾ ഓടിവന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു. ലോകം അവളെ കല്ലെറിയാൻ ഒരുങ്ങി നിന്നപ്പോഴും ആ ഭർത്താവ് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഈശോ നമ്മുടെ തെറ്റുകൾ ക്ഷമിക്കുന്നില്ലേ? പിന്നെ ഞാൻ ആരാണ് നിന്നെ തള്ളിക്കളയാൻ? നീ പോയ അന്നു മുതൽ നിനക്കായി വാതിൽ ഞാൻ തുറന്നിട്ടിരിക്കുകയായിരുന്നു. ആ വീട്ടിൽ വീണ്ടും പ്രാർത്ഥനയുടെ സ്വരമുയർന്നു. വഴിതെറ്റിപ്പോയ ഒരാൾ കൂടി ഈശോയുടെ തണലിലേക്ക് തിരിച്ചെത്തി. ക്ഷമയോളം വലിയ മറ്റൊരു സ്നേഹമില്ലെന്ന് ആ കുടുംബം ലോകത്തിന് കാണിച്ചു കൊടുത്തു. കൂട്ടുകാരെ, ഈ കഥയിലൂടെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? തെറ്റുകൾ മനുഷ്യ സഹജമാണ്. പക്ഷേ അത് തിരിച്ചറിഞ്ഞ് മടങ്ങി വരുന്നവരെ സ്വീകരിക്കാൻ വലിയൊരു മനസ്സ് വേണം. സ്നേഹവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ ഏത് തകർന്ന ബന്ധവും കൂട്ടിച്ചേർക്കാൻ ഈശോയ്ക്ക് കഴിയും. പുറമോടുകൾ മയങ്ങി നമ്മുടെ കയ്യിലുള്ള വിലപ്പെട്ട ബന്ധങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഒരു നിമിഷത്തെ തെറ്റായ തീരുമാനം ജീവിതം മുഴുവൻ തകർത്തേക്കാം. എങ്കിലും മടങ്ങി വരുന്നവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് ശീലിക്കാം. കാരണം ദൈവം നമ്മളെ സ്നേഹിക്കുന്നതും ക്ഷമിക്കുന്നതും പോലെ മറ്റുള്ളവരോടും ചെയ്യാൻ നമുക്കും കടമയുണ്ട്. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടോ? എങ്കിൽ നമുക്ക് അടുത്ത കഥയുമായി വീണ്ടും കാണാം.